രാജസ്ഥാൻ റോയൽസും ഡൽഹിയും തമ്മിലുള്ള മത്സരത്തിൽ ഇന്നലെ സഞ്ജു സാംസന്റെ പരിക്ക് അത് കളിയെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ സഞ്ജു സാംസൺ ഇന്നലെ മത്സര ശേഷം സഞ്ജു സാംസന്റെ പരിക്കുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ തന്നെ സഞ്ജു സാംസൺ മത്സര ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു താൻ ഓക്കെയാണ്, ഇപ്പോൾ ഓക്കെയാണ്, പക്ഷെ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ഞാൻ റെഡി ആയില്ല, ഇപ്പോൾ ഓക്കെയാണ്, അത് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്, അത് നാളെയും കൂടി നോക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സഞ്ജു സാംസൺ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വേറെ റിപ്പോർട്ട് എന്ന് വെച്ചാൽ സഞ്ജു സാംസന്റെ പരിക്ക് രാജസ്ഥാൻ റോയൽസിന്റെ മെഡിക്കൽ ടീം നിരീക്ഷിച്ചു വരികയാണ്. ഈ ഒരു റിക്സിനേറ്റ ഈ ഒരു പരിക്ക് വീണ്ടും ആ ഒരു പെയിന് വീണ്ടും വരികയാണെങ്കിൽ മാത്രമായിരിക്കും താരം ചിലപ്പോൾ പുറത്തു പോകാനും, ചിലപ്പോൾ ഒരു മാച്ച് 2 മാച്ച് റെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കടക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറ്റ് അപ്ഡേറ്റ് എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. നമുക്കറിയാം ഇന്നലെ നടന്ന മത്സരമാവട്ടെ സഞ്ജു സാംസന്റെ ആ ഒരു വിക്കറ്റാണ് കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചിട്ടുള്ളത്. സഞ്ജു സാംസൺ റിട്ടയർഡായി പോയതാണ് കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. 3 6ഉം ഒരു 2 4ഉം ഒക്കെ അടിച്ച് നല്ലൊരു തുടക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സഞ്ജു സാംസൺ ആ ഒരു വലിവ് ആ ഒരു റിക്സിന് ഇഞ്ചുറി വരുന്നു, അദ്ദേഹം കയറി പോകുന്നു. പിന്നീട് ജയ്സ്വാളും പരാഗൊക്കെ വളരെ സ്ലോ ആയിട്ട് കളിച്ച് ആകെ പ്രഷറായി കളി അനായാസം ജയിക്കേണ്ട കളി സൂപ്പർ ഓവർ വരെ എത്തി ലഭിക്കേണ്ട ഒരു പോയിന്റാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ സഞ്ജു സാംസൺ സൂപ്പർ ഓവറിൽ പോലും അദ്ദേഹം കീപ്പിങ്ങിനും ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പോലും ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ സഞ്ജു സാംസന്റെ പരിക്ക് ഇപ്പോൾ അദ്ദേഹം ഓക്കെയാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ പരിക്ക് രാജസ്ഥാൻ റോയൽസിന്റെ മെഡിക്കൽ ടീം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റും എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും.